ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു സുഹ്ദി വൽ വറ, ഭൗതിക വിരക്തിയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സമഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമയെ ഇഷ്ടപ്പെടുന്നു, അത്തഖിയ്യ, അവനെ ഏറ്റവും നന്നായി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള ഒരു വ്യക്തിയെ, അൽ ഗനിയ്യ, മറ്റുള്ള ആളുകളിൽ നിന്ന് ധന്യനായിക്കൊണ്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയെയും, വൽ ഖഫിയ്യ, ആളുകളിൽ നിന്ന് പ്രശസ്തിയും മറ്റു താല്പര്യങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. 3 സ്വഭാവ ഗുണങ്ങളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആളുകളിൽ നിന്ന് മാറി ദൂരെ ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെ നാട്ടിൽ ധാരാളം പ്രശസ്തിക്കും മറ്റും വേണ്ടി, അതല്ല എങ്കിൽ നാട്ടിലെ ഭരണത്തിന് വേണ്ടി ആളുകൾ പരസ്പരം പോരടിച്ചിരുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് ഇതിൻ്റെ മറ്റൊരു ഹദീസിൽ, മറ്റൊരു റിവായത്തിൽ കാണാം, കാന സഅദ് ബിൻ അബി വഖാസ് ഫി ഇബ്ലിഹി, തൻ്റെ ഒട്ടകപ്പുറത്തായിരുന്നു എന്നാണ്. ഫജാഅഹു ഇബ്നുഹു ഉമർ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തൻ്റെ മകൻ ദൂരസ്ഥലത്ത് നിന്ന് വരുന്നതായി കാണുകയുണ്ടായി. ഫലമ്മാ റആഹു സഅദ് ഖാല അഊദു ബില്ലാഹി മിൻ ശർരി ഹാദർ റാകിബ്, അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ആ വരുന്ന യാത്രക്കാരൻ്റെ ഷർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, ശരണം തേടുന്നു എന്നാണ്. ഫനസല, അങ്ങനെ ഒട്ടകപ്പുറത്ത് നിന്ന് തൻ്റെ മകൻ ഇറങ്ങിയപ്പോൾ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആ നസൽത ഫീ ഇബ്ലിക വ ഗനമിക, താങ്കൾ ഈ ഒട്ടകത്തെയും ആടുകളെയും എല്ലാം മേയിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണോ? വ തറക്ത അന്നാസ യതനാസഊന അൽ മുൽക ബൈനഹും, ആളുകളതാ ഭരണത്തിന് വേണ്ടി അവിടെ പോരടിക്കുകയാണ്. ഒരാളുകളും ഭരണം തനിക്ക് കിട്ടാൻ വേണ്ടി അവിടെ പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്, താങ്കൾ ഇപ്പോഴും ഈ ആടിനെയും നോക്കി ഇവിടെ ഇരിക്കുകയാണോ എന്നാണ്. ഫദറബ സഅദ് ഫീ സദ്രിഹി, സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇടി വെച്ചു കൊടുത്തു എന്നാണ്. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഉസ്കുത്, നീ മിണ്ടാതിരിക്കുക. സമഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ, തീർച്ചയായും അല്ലാഹു തൻ്റെ അടിമയിൽ ആളുകളെ ഇഷ്ടപ്പെടുന്നത് അത്തഖിയ്യ, തഖ്വയുള്ളവരെയാണ്, വൽ ഗനിയ്യ, ധന്യനായിരിക്കുന്നവനെയാണ്, വൽ ഖഫിയ്യ, ആളുകളിൽ നിന്നെല്ലാം വിട്ട് പ്രശസ്തിക്കും മറ്റും അതിൽ നിന്നെല്ലാം മാറി താമസിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള 3 ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അത്തഖിയ്യ, തഖ്വ പാലിക്കുക എന്നാണ്. തഖ്വ പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹറാമായി വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അതാണ് തഖ്വ. അങ്ങനെയുള്ള ഏതൊരാളെയും നമുക്ക് മുത്തഖി എന്ന് പറയാം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് അൽ ഗനി, ഗനി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ധന്യത ഉണ്ടാകുവാനാണ്. സ്വയം ധാരാളം സമ്പത്ത് ഉണ്ടാകണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം, ഒരാൾക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകുക എന്നുള്ളതല്ല ധന്യത, അയാളിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ധാരാളം സമ്പത്തുണ്ടായിട്ടും ആ സമാധാനം കിട്ടാത്ത ആളുകളുണ്ടാവും. എങ്കിൽ നേരെ മറിച്ച് സമ്പത്തില്ലാഞ്ഞിട്ടും സമാധാനം കിട്ടുന്ന ആളുകളുണ്ടാവും.
അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഗനി എന്ന് പറഞ്ഞാൽ അത് ധാരാളം കസ്റത്തുൽ മാൽ, ധാരാളം ധനമുണ്ടാകുക എന്നുള്ളതല്ല, ഗിനൻ നഫ്സ്, ഒരാളുടെ മനസ്സിനുണ്ടാകുന്ന സമാധാനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരാൾ ധന്യനാകുക എന്നാണ്. മറ്റുള്ള ആളുകളോട് ചോദിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വയം പര്യാപ്തനായി ജീവിക്കുക, അതിനുള്ള സമ്പത്തെല്ലാം അയാൾക്കുണ്ടാവുക, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അയാളുടെ പക്കലെല്ലാം ഒരു ധന്യനായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. മൂന്നാമത്തേത് അൽ ഖഫിയ, ആളുകളിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ പല ആളുകളും തെറ്റിദ്ധരിക്കാനൊരു സാധ്യതയുണ്ട്. എല്ലാ ആളുകളിൽ നിന്ന് വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നല്ലതിനർത്ഥം. അങ്ങനെ അർത്ഥം പറഞ്ഞ ആളുകളുണ്ട്, പല സ്വഹാബാക്കളും അങ്ങനെ ജീവിച്ചവരുണ്ട്. അതിന് പ്രത്യേകം അവർക്ക് കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. താബിഈകളിൽപ്പെട്ട അവരുടെ താബിഈകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഉവൈസുൽ ഖർനി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്, യമനിൽ നിന്നുള്ള ഉവൈസുൽ ഖർനി വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് കണ്ടെത്തിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. യമനിൽ നിന്നൊരു സംഘം ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ ഖർനി ഉണ്ടോ? ആ ഉവൈസുൽ ഖർനിയുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുത്തഖിയായിരുന്നു എന്നാണ്. മാത്രമല്ല മാതാവിനെ ഏറ്റവും നന്നായി കൊണ്ട് പരിപാലിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തെ കണ്ടുകിട്ടുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഉമർ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ധാരാളം ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ തുടങ്ങിയതാണ്. അവസാനം അദ്ദേഹത്തിന് പ്രശസ്തിയായി. അദ്ദേഹത്തിന് സ്വന്തം ദീൻ അത് ഇഖ്ലാസില്ലാതായി പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് പിന്നീട് അദ്ദേഹം ആരോരുമില്ലാതെ അറിയപ്പെടാതെ ജീവിക്കാൻ വേണ്ടി മറ്റൊരു ഒഴിഞ്ഞ നാട്ടിലേക്ക് പോയി എന്നാണ്. ഏതോ ഒരു നാട്ടിൽ പോയിക്കൊണ്ട് അവിടെ താമസിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു എന്നാണ്. അപ്പൊ നമ്മുടെ ദീനിനും നമ്മുടെ ദുനിയാവിനും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു താമസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. അല്ലാത്ത കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ആളുകളുടെ കൂടെ താമസിക്കുക എന്ന് തന്നെയാണ്. അവരിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് നന്മയെ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മറ്റതിനേക്കാൾ ഏറ്റവും ഉത്തമമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി മാത്രമല്ല, ഒറ്റപ്പെട്ട് താമസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളിൽ നിന്ന് അകലുക എന്നതല്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇതിന്റെ ശറഹ് പറഞ്ഞത് ആളുകളുടെ കൂടെ താമസിക്കുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുക. അതെങ്ങനെയാണ്? കൂടുതൽ ഇടപഴകാതെ പ്രശസ്തി നേടാതെ ആ നാട്ടിൽ ഒരുമിച്ച് കൊണ്ട് ജീവിക്കുക എന്നാണ് ഇതിനർത്ഥമെന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഈ 3 ഗുണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.